കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഡ്രോൺ ആക്രമണം നടത്തിയത് തങ്ങളല്ലെന്ന് ഇറാൻ സൈന്യം. US പ്രതിരോധ മിസൈലായ പാട്രിയറ്റ് ലക്ഷ്യം തെറ്റി പതിച്ചതാണെന്നും IRGC ആരോപിക്കുകയും ചെയ്തു. ഇറാന്റെ ഡ്രോണുകളെ ചെറുക്കാൻ US സൈന്യം തൊടുത്ത പ്രതിരോധം ടെർമിനലിനുള്ളിൽ പതിച്ചതാണെന്നും വിമാനത്താവളത്തെ തങ്ങൾ ലക്ഷ്യമിട്ടിരുന്നില്ലെന്നും IRGC വക്താവ് പറഞ്ഞു. ടെർമിനൽ 1 പതിച്ച മിസൈൽ അവശിഷ്ടം ഒരു ഇന്ത്യക്കാരന്റെ ജീവനെടുത്തിരുന്നു. മധ്യപ്രദേശ് സ്വദേശിയായ മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. 3 മലയാളികൾ ഉൾപ്പെടെ 63 യാത്രക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അപകടത്തിന് ശേഷം കുവൈറ്റ് വ്യോമപാത അടയ്ക്കുകയും കുവൈറ്റിലേക്ക് എത്താനുണ്ടായിരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപം ആഗോള ശക്തികൾ വീണ്ടും നേർക്കുനേർ. തങ്ങളുടെ നാവികസേന US പടക്കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന ഇറാന്റെ അവകാശവാദത്തോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി പുതിയ തലത്തിലെത്തി. എന്നാൽ ഇറാന്റെ ഈ വാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയതോടെ നയതന്ത്ര സൈനിക വൃത്തങ്ങളിൽ നാടകീയമായ അനിശ്ചിതത്വം പുകയുകയാണ്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തെയും ആഗോള എണ്ണ വിപണിയെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. രാജ്യാന്തര മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ആക്രമണം സംബന്ധിച്ച വാർത്തകൾ ആദ്യം പുറത്തുവിട്ടത്. അമേരിക്കയുടെ സാന്നിധ്യത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ടെഹ്റാന്റെ വാദം. ഇറാന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ കപ്പലുകളും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്നും US സൈന്യം വ്യക്തമാക്കി. പ്രകോപനം സൃഷ്ടിക്കാനും മേഖലയിൽ ഭീതി പടർത്താനുമുള്ള ഇറാന്റെ പ്രൊപ്പഗണ്ട മാത്രമാണിതെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുന്നു. എങ്കിലും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആക്രമണം നടന്നിട്ടുണ്ടോ അതോ രാഷ്ട്രീയമായ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണോ ഇറാന്റെ ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ സൈനിക നിരീക്ഷകർക്കിടയിൽ ഭിന്നസ്വരങ്ങളുണ്ട്. എന്നാൽ നേരിയൊരു തെറ്റിദ്ധാരണ പോലും വലിയ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന അത്രയും വഷളായ സാഹചര്യമാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ ഉള്ളത്. ലോകത്തെ മൊത്തം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പങ്കും കടന്നുപോകുന്ന പാതയായതിനാൽ ഈ അനിശ്ചിതത്വം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ആശങ്കയിലാക്കുന്നു. കപ്പൽ ആക്രമണ വാർത്തകൾ പുറത്തു വരുന്നതിനിടെ അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകളുടെ ഭാവി അവതാളത്തിലാണെന്ന സൂചന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും നൽകി.